നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പൊതുവെ സ്കൂളുകളെടുത്താൽ നല്ല സൗകര്യങ്ങളോടുകൂടി വന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ലാബുകൾ, ലൈബ്രറികൾ, കുട്ടികൾക്കുള്ള ശുചിമുറികൾ എല്ലാം നല്ല രീതിയിൽ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്തു എന്നുള്ളത്. ഒരു ആശങ്കയുമില്ലാതെ പുതിയ വിദ്യാഭ്യാസ വർഷത്തിൽ പുതിയ പുസ്തകവുമായി, പാഠപുസ്തകവുമായി കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം നടപടികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിന് ഒന്നാമതായി നിൽക്കാൻ കഴിയുന്നു. നീതി ആയോഗിൻ്റെ വിലയിരുത്തലിൽ കേരളമാണ് ഇക്കാര്യത്തിൽ നമ്പർ 1 എന്ന് വിലയിരുത്തപ്പെടുന്നത് നാം കാണുകയാണ്. നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5000 കോടി രൂപ ചെലവഴിച്ച് ഞാൻ പറഞ്ഞു. 5 കോടി രൂപ ചെലവിൽ 141 സ്കൂൾ കെട്ടിടങ്ങളാണ് നവീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അവയിൽ 139 എണ്ണവും പൂർത്തിയായി കഴിഞ്ഞു. 3 കോടി രൂപ ചെലവിൽ 386 സ്കൂൾ കെട്ടിടങ്ങളാണ് നവീകരിക്കേണ്ടത്. അവയിൽ 179 എണ്ണമാണ് പൂർത്തിയായത്. 1 കോടി രൂപ ചെലവിട്ട് നവീകരിക്കേണ്ട സ്കൂളുകളിൽ 446 എണ്ണത്തിൽ 195 എണ്ണമാണ് പൂർത്തീകരിക്കാനായത്. ആകെ 973 സ്കൂൾ കെട്ടിടങ്ങളാണ് ഇവിടെ നവീകരിക്കാൻ നിശ്ചയിച്ചത്. 513 എണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 50,000-ലധികം ക്ലാസ് മുറികളാണ് സ്മാർട്ടായി മാറിയത്. സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ്, റോബോട്ടിക് ലാബ് ഇവയെല്ലാം സജ്ജീകരിക്കാനായി. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു.